മക്കളെ, അപ്പോൾ ഇത്തവണ നമ്മുടെ 8ാം ക്ലാസ്സിലെ ബയോളജിയിലെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും വരാന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അപ്പോൾ ഏതൊക്കെ ഭാഗമാണ് നന്നായിട്ട് പഠിച്ചിരിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് വേഗം നോക്കാനുണ്ട്. അപ്പോൾ ഇന്ന് മിസ് ഇതേ പറഞ്ഞു തരാനായിട്ട് പോവുകയാണ്. ഏതൊക്കെ ഭാഗങ്ങളാണ് നമുക്ക് ആകെ കൂടെ 2 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. ആ 2 ചാപ്റ്റേഴ്സിൽ നിങ്ങൾ ഇനി റിവൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ഭാഗങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് മിസ് പറഞ്ഞു തരുന്നത്. ഫസ്റ്റ് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലെറ്റ്സ് കൾട്ടിവേറ്റ് ആൻഡ് റീപ്പ് ഗുഡ്നസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മുടെ ലാൻഡ് യൂട്ടിലൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ സ്ഥലപരിമിതി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കൾട്ടിവേഷൻ മെത്തേഡ്സ് ഒക്കെ ചെയ്യില്ലേ, ആ മെത്തേഡ്സ് ജസ്റ്റ് പേര് മാത്രമേ പഠിക്കാനുണ്ടാവുള്ളൂ. ഓക്കെ, വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, വേഗം ഒന്ന് നോക്കി വയ്ക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഫെർട്ടിലൈസേഴ്സും ന്യൂട്രിയൻസ്, അതായത് നമ്മുടെ മൈക്രോ ന്യൂട്രിയൻസ് മാക്രോ ന്യൂട്രിയൻസിന് എക്സാമ്പിൾസ് ഒക്കെ ഉണ്ടല്ലോ. പിന്നെ നമ്മുടെ പലതരത്തിലുള്ള ഫെർട്ടിലൈസേഴ്സ് അതൊക്കെ എന്ത് ചെയ്യുക, അതിൻ്റെ പേരുകളൊക്കെ ഒന്ന് പഠിച്ച് വയ്ക്കുക. മീൻസ് ന്യൂട്രിയൻസിനൊക്കെ കോഡൊക്കെ ആക്കി തന്നിട്ടില്ലേ, അത് നന്നായിട്ട് പഠിക്കുക. പിന്നെ നമ്മുടെ ബാക്കിയുള്ള നല്ല നടീൽ വസ്തുക്കൾ, അഥവാ പ്ലാന്റിംഗ് മെറ്റീരിയൽസിൽ കുറേ മെത്തേഡ്സ് ഉണ്ട്. ലെയറിംഗ് ടിഷ്യൂസ്, നമ്മുടെ ബഡിങ്, ഗ്രാഫ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതിൽ ഇവന്മാരെ ചോദിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഓക്കെ, പിന്നെ നമ്മുടെ വാട്ടർ യൂട്ടിലൈസേഷൻ, അതായത് ജലവിനിയോഗം മാക്സിമം കുറയ്ക്കാനായിട്ട് ചെയ്യുന്ന മെത്തേഡ്സ്, അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ഇത് അത്രയധികം ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും എക്സാമിന് ചോദിച്ചിരിക്കും. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ യൂട്ടിലൈസേഷൻ ഓഫ് വാട്ടറിൻ്റെ ഭാഗത്ത് നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. പിന്നെ നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് എന്താണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏതൊക്കെ തരത്തിലാണെന്നുള്ളതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോ. പിന്നെ സ്മാർട്ട് ഫാമിങ്, അതും ആ ഒരു നമുക്കൊരു ഫ്ലോ ചാർട്ട് പോലെ പഠിക്കാനില്ലേ, ഒരു ടേബിൾ പോലെ, അത് നന്നായിട്ട് പഠിച്ചു വെച്ചോ. GI ടാഗും എന്ത് ചെയ്യാൻ നന്നായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, റെഡി. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നല്ലോണം നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ടത്. ഇനി നമ്മൾ ഒറിജിൻ ഓഫ് ലൈഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിയറീസ് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. തിയറീസിൻ്റെ ഭാഗത്ത് നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ വന്നിരിക്കും. പിന്നെ നമ്മുടെ ഒറിജിൻ ഓഫ് ലൈഫിൻ്റെ, അതായത് ലൈഫ് എങ്ങനെയാണ് നമ്മുടെ പ്രിമിറ്റീവ് സെൽ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലോ ചാർട്ട് ഉണ്ടല്ലോ, ആ ഫ്ലോ ചാർട്ട് നന്നായിട്ട് നോക്കുക. അതിൽ നമ്മുടെ പ്രിമിറ്റീവ് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ ഒക്കെ പറയുന്നില്ലേ, ആ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നന്നായിട്ട് നോക്കുക. പിന്നെ അതേപോലെ തന്നെ യൂറി മെല്ലർ എക്സ്പെരിമെൻറ്റ് ഷുവർ ക്വസ്റ്റ്യൻ ആണ്, അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചു വെച്ചോ. യൂറി മെല്ലർ എക്സ്പെരിമെൻറ്റ് എന്തായാലും വന്നിരിക്കും. പിന്നെ പ്രോകാരിയോട്ടിക് യൂകാരിയോട്ടിക് സെല്ലും തമ്മിലുള്ള ഡിഫറൻസും അതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ കോസ്മിക് കലണ്ടറും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ലാത്തൊരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ മിനിമം അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോകാരിയോട്ടിക് യൂകാരിയോട്ടിക് സെല്ലും തമ്മിലുള്ള ഡിഫറൻസും യൂറി മെല്ലർ എക്സ്പെരിമെൻറ്റും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ തിയറീസ് ഓഫ് ഒറിജിൻ ഓഫ് ലൈഫ് എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചു വെച്ചോ. ഓക്കെ, നന്നായിട്ട് പഠിച്ചു വെച്ചോ. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്ടിലൈസേഷൻ ഓഫ് വാട്ടർ ഉണ്ടല്ലോ, നന്നായിട്ട് പഠിച്ചു വെക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സ്മാർട്ട് ഫാമിങ്ങും ലാൻഡ് യൂട്ടിലൈസേഷനും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, ബാക്കിയുള്ള പഠിക്കേണ്ടതെന്നല്ല, അതെന്തായാലും എക്സാമിന് ചോദിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇത്രയും പോർഷൻസ് ആണ് നമ്മുടെ ബയോളജിയിൽ നിന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. ബാക്കി ഇനി ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇന്ന് രാത്രി 7:15 നടക്കാൻ പോകുന്ന നമ്മുടെ ലൈവിൽ നമ്മൾ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആരും മിസ്സാക്കാതെ കറക്റ്റ് സമയത്ത് നമ്മുടെ ലൈവ് അറ്റൻഡ് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്, നന്നായിട്ട് പഠിക്കുക കേട്ടോ.